ഹലോ അസ്സലാമലൈക്കും. റംലാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞൊരു പോളയാണ്. നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു പോളയാണ്. അടിപൊളിയായിട്ടുള്ള പോളയാണ്. എണ്ണയൊന്നും തീരെ ഒട്ടും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ്. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴും അല്ലാത്ത ടൈമിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് ഇത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാൻ നോക്കാം. അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമൻറ്റിലേക്ക് പറയുക. അതേപോലെ തന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ഓടിച്ചു പോകാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കുക. എന്നാൽ ശരി, നമുക്ക് ഈ മുട്ട വെച്ച പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്തടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പം അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഉള്ളിയാണ്, വലിയ ഉള്ളിയും ഒരു 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഉള്ളി കടിക്കാൻ കിട്ടാൻ പാടില്ല, നല്ലതുപോലെ വാടിയിട്ടൊക്കെ വരണം ഉള്ളി. ഇതല്ലതുപോലെ തന്നെ വാടി വരുമ്പം അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില പൊടിയായി കൈകൊണ്ട് പൊടിയായി നുറുക്കിയതുപോലെ ആക്കിയിട്ട് നമ്മളത് ചേർത്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് കറിവേപ്പിലേൻ്റെ മണം അതിലേക്ക് പിടിക്കും. അതും ചേർത്ത് കൊടുക്കാം. അതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നല്ലതുപോലെ വാടിയിട്ടൊക്കെ വരട്ടെ. ഉള്ളിയൊക്കെ നല്ലതുപോലെ കളറൊക്കെ ചേഞ്ചായിട്ടൊക്കെ വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ചേർത്ത് കൊടുത്ത മുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾക്ക് ഇതെല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇത് വഴറ്റിയിട്ടെടുക്കാം. നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി ഉള്ളിയിലൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ പിടിക്കണം. അതൊക്കെ ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കണം. അതൊക്കെ നല്ലതുപോലെ വാടി വരുമ്പം പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ഉണ്ടല്ലോ, ആ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കാം. ഈ മസാലൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം മുട്ട പപ്സൊക്കെ ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ, സെയിം ആയിട്ടുള്ള അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു മസാലയാണിത്. അതേപോലെയാണ് അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നമ്മൾക്ക് ഈ മസാല വരുന്നത്. എല്ലാം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു 1/4 കപ്പോളം മല്ലിയില നല്ല പൊടിയായി അരിഞ്ഞത് അതും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പഴുത്ത തക്കാളി പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പാണ്. ടൊമാറ്റോ കച്ചപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ എടുത്തതിന് ശേഷം മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്കിതെന്താക്കണം, മാറ്റിയിട്ട് നമുക്കിതൊന്ന് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള പോള ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ബാറ്റർ വേണം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കതൊന്ന് ആദ്യം നോക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറ്, വലിയ ജാറ് തന്നെയാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് നിറയെ പാലാണ്. പാലും ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 3/4 കപ്പോളം മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള പോള
തന്നെയാണിത്. ഞാൻ എണ്ണ വേണ്ടെന്ന് വെച്ചതാണ്. എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്തിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ എണ്ണ കൂടുതൽ വേണ്ടെന്ന് വെച്ചിട്ട് ഇതിനൊക്കെ ഞാൻ എണ്ണയൊക്കെ അവോയ്ഡ് ചെയ്തതാണ്. എല്ലാം നാക്കി നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം നമുക്ക്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾക്ക് ഒരു പശു നെയ്യ് നല്ലതുപോലെ ഇതേപോലെ തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന പാലിൻ്റെ മൈദക്കൂട്ട് അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആറാനൊന്നും നിൽക്കണ്ട. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നേരത്തെ മാറ്റി വെച്ച് നമ്മൾ ഉള്ളിൻ്റെ മസാല ഉണ്ടല്ലോ, ആ ഉള്ളിൻ്റെ മസാല കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വശത്തും എത്തുന്ന രൂപത്തിൽ ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുക്കണം, നല്ല രൂപത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, ഞാനൊരു 3 കോഴിമുട്ട ഞാൻ പുഴുങ്ങിയിട്ടൊക്കെ റൗണ്ടാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോഴിമുട്ട എടുത്തിട്ട് എല്ലാ വശത്തും നല്ലതുപോലെ തന്നെ ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ നോക്കണം. ഇതേപോലെ എല്ലാ വശത്തും നല്ലതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെടുത്തത് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഒരു മുട്ടയൊക്കെ വേവിച്ചെടുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ. ഈ മസാല ഉണ്ടാക്കേണ്ടതും 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോള തന്നെയാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില, പൊടിയായി അരിഞ്ഞ മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. എല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാൻ എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മളെ പോള തുറന്ന് നോക്കിയിട്ട് ഇതേപോലെയുള്ള ഒരു പപ്പടക്കൊള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക. നമ്മളെ പോളയൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മറുവശവും കൂടി നമുക്കൊരു ചെറിയൊരു നനവുണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാനിൽ കുറച്ച് നെയ്യങ്ങ് തടവി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഫ്രൈ പാനിലേക്ക് നമ്മളെ പോള നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ വശവും നമ്മളെ മുകളിലുള്ള ഈർപ്പുണ്ടാവും, വെള്ളം ഇങ്ങനെ അതൊക്കെ നിങ്ങൾ തന്നെ തൊടുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോള തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് കഴിക്കാനും അതിലേക്കാറ് ടേസ്റ്റാണ്. നമ്മളെ മറ്റേ ഭാഗവും ഞാൻ ഒരു 2 മിനിറ്റോളം വെച്ചിട്ടില്ല കേട്ടോ. 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ പോളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് കുറച്ച് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. നമ്മളെ പോളയൊക്കെ നല്ലതുപോലെ തന്നെ തണുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല മൊഞ്ചുള്ള പോളയാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം. നോമ്പ് തുറക്കുമ്പോഴും ഗസ്റ്റുകൾ വരുമ്പോഴും ഒക്കെ നമുക്കെല്ലാം എളുപ്പത്തിനുള്ള സ്നാക്കുകളും എളുപ്പത്തിനുള്ള ജോലികളും തീർക്കാനാണ് നമുക്ക് നോമ്പിനൊക്കെ ഇഷ്ടം അല്ലേ. ഇങ്ങനെ ഓരോന്ന് കൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ കിടന്നതാകുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ഓരോരിത് നമുക്ക് ചെറിയ സമയം വേണ്ടു. നിങ്ങൾക്ക് മുറിച്ച് മാതിരി കഷ്ണം കട്ടായുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അടിപൊളി പോളയാണ്. ഇതൊരു കഷ്ണം മതി നമുക്കിങ്ങനെ തിന്നാനൊക്കെ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. മുട്ടയും എല്ലാം ഉണ്ട്, അതേപോലെ തന്നെ എണ്ണയൊന്നും ഇല്ലാത്ത പോളയാണ്. എന്നാൽ ശരി, ഇനിയും ഞാൻ നല്ല വീഡിയോ ആയിട്ട് തന്നെ നാളെ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്ലീസ് നിങ്ങൾ എനിക്കൊന്ന് സപ്പോർട്ട് തരണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു. റംളാൻ മുബാറക്ക്.